ഇന്ന് ഇപ്പാൻ്റെ വിളി കേട്ടാൽ ഞാനും അനിയത്തി അത്താഴത്തിന് എണീക്കണത്. വേഗം എണീറ്റ് വന്നേ മുഖം കയ്യും മുഖമൊക്കെ കഴുകി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. ഇന്നലെ അനിയത്തി സോയാബീൻ്റെ ഒരു ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും മീൻകറിയും പപ്പടമൊക്കെ കൂട്ടിയിട്ട് അത്താഴം കഴിച്ചു. പിന്നെ അധികം നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങാൻ പറ്റിയില്ല. ഡ്രസ്സ് എടുക്കാൻ പോകണ്ടായിരുന്നു. ഡ്രസ്സ് എടുത്ത് വന്നൊരു കിടത്തം കിടന്നത്. എണീറ്റ് നോക്കിയപ്പോൾ കണ്ടത് നല്ല മഴ, നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റിന് മഴ അത്ര ശക്തിയിലൊന്നും ഇല്ലെങ്കിലും കാറ്റ് നല്ല വീശിയിരുന്നു. അപ്പോൾ എനിക്കൊന്നും അല്ലാതെ അടുക്കള ഡ്യൂട്ടി ഇല്ല കേട്ടോ. ഞാനും തിരിച്ച് ഇങ്ങോട്ട് പോരുകയാണ്, ഞങ്ങളെ വീട്ടിലേക്ക്, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സും കാര്യങ്ങളും ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ പാക്ക് ചെയ്യണ തിരക്കിലേനു. ഉമ്മ അലക്കിയിട്ടതൊക്കെ ഉമ്മ എടുത്തു കൊണ്ടുവന്നു. ഞാനതൊക്കെ മടക്കി വെക്കലും പിന്നെ കവറിലാക്കലും ബാഗിലാക്കലും അങ്ങനെ ഞാൻ അതുമായിട്ട് ബിസി ആയിരുന്നു. പിന്നെ എണീറ്റപ്പോൾ മോൾക്ക് നല്ല പനി. അപ്പോൾ അവളും ഉണ്ടായിരുന്നു പിന്നാലെ. അപ്പോൾ ഒന്നിനും ഒരു ടൈം കിട്ടാത്ത പോലായി. പിന്നെ അന്ന് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ളത് ബ്രോസ്റ്റ് ആട്ടോ. ഫുള്ള് ചിക്കൻ്റെ വിങ്സ് മാത്രം, അതുകൊണ്ട് ബ്രോസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഉപ്പ് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ച സമയത്ത് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇങ്ങനെ ചതച്ചിടും. നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇടുമ്പോൾ. ചിക്കന് നല്ലൊരു ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെ ഒക്കെ ഫ്ലേവർ എല്ലാം ഉണ്ടാവും. പിന്നെ അനിയത്തി കുറച്ച് സർബത്ത് ഉണ്ടാക്കി, പിന്നെ വത്തക്കവെള്ളം ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് അത്യാവശ്യം ഹെവി ആയിട്ട് കഴിക്കാനുള്ളതുകൊണ്ട് നോമ്പ് തുറക്കണ സമയത്ത് സിമ്പിളായിരുന്നു. പിന്നെ അതാ ഉപ്പ് വെള്ളത്തിൽ നിന്നൊക്കെ ഊറ്റി വെച്ചിട്ട് ഞാൻ പൊടി ഇട്ട് വെച്ചു. പിന്നെ കൂടെ കഴിക്കാൻ 2 ടൈപ്പ് കുബൂസ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നോമ്പൊക്കെ തുറന്നതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ബ്രോസ്റ്റ് പൊരിക്കലും തുടങ്ങി കേട്ടോ. അനിയത്തി മയോണൈസും പിന്നെ ബാക്കിയുള്ള പ്ലേറ്റും കാര്യങ്ങളും ടേബിളിലൊക്കെ എടുത്ത് വെക്കാനുള്ളതൊക്കെ അവളെടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ ബ്രോസ്റ്റ് പൊരിക്കാൻ നല്ല വൈബാലേ. അങ്ങനെ കുട്ടികളൊക്കെ ഭയങ്കര അക്ഷമരായി ഇങ്ങനെ നിൽക്കാതെ എപ്പോഴാണ് റെഡി ആവുകയെന്ന് കരുതിയിട്ട് അങ്ങനെ എല്ലാവരും റെഡിയായി. എല്ലാവരും ടേബിളിലൊക്കെ ഇരുന്ന് കഴിച്ചു. കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പോകാനുള്ള ടൈം ആയി തുടങ്ങി. 9 മണിയായിരുന്നു. കഴിച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞാൽ പോയിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ലഗേജുകൾ. എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതാ. എല്ലാതും ഉണ്ട് കേട്ടോ. പച്ചക്കറികളുണ്ട്, ഇറച്ചിയുണ്ട്, മീനുണ്ട്, അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഉണ്ടാവും. ഞാൻ വന്ന സമയത്ത് ഈ ഒരു ബ്രൗൺ ബാഗും ആ ഒരു വൈറ്റ് കവറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോകുമ്പോൾ ഉള്ളത് കണ്ടില്ലേ. എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെ ഇരിക്കാറല്ലേ. എന്നാലും പോകുക എന്ന് പറയുമ്പോൾ ഒരു സങ്കടമാണ്.